മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കുന്നത്. ബേസിൽ ജോസഫും പൃഥ്വിരാജ് സുകുമാരനും ഒന്നിക്കുന്ന ചിത്രം വലിയ പ്രതീക്ഷയിൽ കുറേ നാളുകളായി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ ഒരു ചിത്രം ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടത് ഒരു കോമഡി ട്രാക്കിലുള്ള ഒരു സിനിമയായിട്ടാണ് നമുക്ക് ട്രെയിലറിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ട്, ഗുരുവായൂർ അമ്പലനടയിലെ കല്യാണം എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കിടിലൻ കല്യാണമാണ്, ഒരു സൂപ്പർ മൂവിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ സിനിമ കാണാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റിവ്യൂ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ പോവുക. ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലാകുന്നതാണ്. എന്നാൽ ഒരു ശകലം പോലും സ്പോയിലർ ആകാതെ തന്നെ നിങ്ങൾക്ക് സിനിമ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് വായോ. നമുക്ക് അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലെ കല്യാണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. കല്യാണം എന്ന ഒരു വിഷയം മുഖ്യ പ്രമേയമായിട്ടുള്ളതോ അല്ലെങ്കിൽ കഥയുടെ ഇടയ്ക്ക് കല്യാണം എന്ന ആ ഒരു വിഷയം ഉള്ളതോ ഇതൊന്നുമല്ലാതെ കല്യാണശേഷം രണ്ടുപേരുടെ ജീവിതത്തിൽ നടക്കുന്നതോ ആയ സംഭവ വികാസങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ചിത്രങ്ങൾ നിരവധി വന്നിട്ടുണ്ട് മലയാളത്തിൽ. അതിൽ തമാശ പടങ്ങളുമുണ്ട്, സീരിയസ് പടങ്ങളുമുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വിവാഹ ആഘോഷത്തിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ വിപിൻ ദാസും തിരക്കഥാകൃത്ത് ദീപു പ്രദീപും കൂട്ടരും. വിവാഹം എന്ന ആഘോഷം ഓരോ ഫ്രെയിമിലും നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. വിനു രാമചന്ദ്രന്റെയും അഞ്ജലിയുടെയും വിവാഹമാണ് സിനിമയുടെ പശ്ചാത്തലം. സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഇവരുടെ വിവാഹം മാത്രമാണ് രസച്ചരട് മുറിയാതെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. ഓരോ കഥാപാത്രങ്ങളും സംസാരിക്കുന്നത് പോലും വിവാഹത്തെക്കുറിച്ചാണ്. പ്രേക്ഷകർ ഓരോരുത്തരും ഒരു വിവാഹ വീട്ടിൽ എത്തിപ്പെട്ട പ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ് ടീം ഗുരുവായൂർ അമ്പലനടയിൽ. ആനന്ദൻ, വിനു രാമചന്ദ്രൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ. ആനന്ദന്റെ സഹോദരി അഞ്ജലിയെയാണ് വിനു വിവാഹം കഴിക്കുന്നത്. ആനന്ദനും ഭാവി അളിയൻ വിനുവും തമ്മിലുള്ള അല്പം കൗതുകകരമായ സ്നേഹബന്ധമാണ് സിനിമയുടെ കാതൽ. ഇരുവരും തമ്മിലുള്ള ഈ ബന്ധമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നതും പ്രേക്ഷകരിൽ പൊട്ടിച്ചിരി ഉണ്ടാക്കാനുള്ള മുഖ്യ കാരണമാകുന്നതും. തൻ്റെ കഴിഞ്ഞ ചിത്രമായ ജയ 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 ഹേ അല്പം നായിക കേന്ദ്രീകൃതമായ ചിത്രമായിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് വിപിൻ ദാസ് ഗുരുവായൂർ അമ്പലനടയിൽ ഒരുക്കിയിരിക്കുന്നത്. പുതുതലമുറയുടെ ശൈലികളിൽ നിന്നെല്ലാം മാറി ലളിതസുന്ദരമായാണ് ഓരോ രംഗങ്ങളും വിപിൻ ദാസ് കൂട്ടിയിണക്കിയിരിക്കുന്നത്. പഴയ പ്രിയദർശൻ സിനിമകളിൽ കണ്ടുവന്നിരുന്ന തരം ആൾക്കൂട്ടം നിറഞ്ഞ തമാശ രംഗങ്ങളും ഒരുപാട് ഹാസ്യരംഗങ്ങളുടെ സാന്നിധ്യവും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം ക്ലൈമാക്സിൽ ഒരുമിച്ച് വന്ന് തമാശ തീർക്കുന്നതുമെല്ലാം കുറച്ചധികം നാളുകളായി മലയാളത്തിൽ വന്നിട്ട് ആ സംഗതിയാണ് ഗുരുവായൂർ അമ്പലനടയിലൂടെ വിപിൻ ദാസും ദീപു പ്രദീപും തിരികെ എത്തിച്ചിരിക്കുന്നത്. ചെറിയ സർപ്രൈസുകളും തഗ് തമാശകളും തുടങ്ങി പല ആവർത്തിയിലുള്ള ആഘോഷ നിമിഷങ്ങളാണ് ചിത്രം പ്രേക്ഷകന് മുന്നിലേക്ക് വെക്കുന്നത്. കഥാപാത്രങ്ങൾക്കെല്ലാം സാധാരണയ്ക്കും അല്പം മേലെ നിൽക്കുന്ന ഡയലോഗ് ഡെലിവറിയും തമാശ പ്രകടനങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ആനന്ദനും ബേസിലിന്റെ വിനു രാമചന്ദ്രനും ഒരു പുതിയ താരജോഡി എന്ന രീതിയിൽ മികച്ചു നിൽക്കുന്നുണ്ട്. സിനിമയിലുടനീളം ഇവരുടെ മത്സരിച്ചുള്ള പ്രകടനമാണ് കാണാനാവുക. സാങ്കേതിക വിഭാഗത്തിലേക്ക് വന്നാൽ കലാസംവിധായകൻ സുനിൽ കുമാറിന് നല്ലൊരു കൈയടി നൽകണം. ഒറിജിനൽ ഗുരുവായൂർ അമ്പലത്തിന്റെ അതേ മാതൃകയിലും വലുപ്പത്തിലും ഒരുക്കിയ സെറ്റിനെ അതിഗംഭീരമെന്നേ പറയാനാകൂ. അങ്കിത് മേനോന്റെ സംഗീതം പല രംഗങ്ങളിലും ചിരിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ താരങ്ങളുടെ പ്രകടനം കൊണ്ടും വർണ്ണാഭമായ കാഴ്ചകൾ കൊണ്ടും സമ്പന്നമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഫാമിലി ഓഡിയൻസിനൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണിത്. ഈ ഒരു സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂർ 15 മിനിറ്റാണ്. ഈ ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് സമയം നിങ്ങൾക്ക് ചിരിച്ച് ഉല്ലസിച്ച് എൻജോയ് ചെയ്ത് ഒരു അടിപൊളി കല്യാണം കൂടിയ സന്തോഷത്തോടുകൂടി തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.